വേശ്യയുടെ പ്രണയം. രചന അനഘരാജൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരൻ അവളൊന്ന് നോക്കി. ആ കണ്ണുകളിൽ തന്നോടുള്ള സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. അവളെന്ന വേശ്യ ഒരിക്കലും കാണാത്ത ഭാവങ്ങൾ. തന്നെ തേടി വരുന്നമാരുടെ മുഖത്ത് കണ്ടതൊക്കെയും കാമം മാത്രമായിരുന്നു. പിന്നെ തന്നെ കടിച്ചു കീറാനുള്ള വന്യതയും. എന്നാൽ ഇന്ന് മുന്നിലിരിക്കുന്ന അവൻ തന്നെ അലിവോടെ നോക്കുന്നു. അല്പം മുമ്പ് ഒരു മൃഗം കടിച്ചു കീറിയ തന്റെ ശരീരത്തിലെ മുറിവുകളിൽ മരുന്ന് വെച്ച് തരുന്നു. ഇന്നുവരെയും തന്റെ വേദന കണ്ട് രസിച്ചവരിൽ വ്യത്യസ്തമായി മരുന്നിന്റെ നീറ്റലിൽ താൻ വേദന കൊണ്ട് എരിവലിക്കുമ്പോൾ നേർമയിൽ ആ മുറിവിലേക്ക് ഊതുന്നു. എന്നിട്ടും പോരാത്തുകൊണ്ടോ എന്തോ ഒരു കുഞ്ഞിനോടെന്ന പോലെ തന്നെ സമാധാനിപ്പിക്കുന്നു. ഒരു കുഞ്ഞു വേദനയല്ലേ, ഇപ്പോൾ ശരിയാവും. ഇതൊക്കെ മതിയായിരുന്നു അവൾക്കും. വറ്റിവരണ്ടു പോയ ഹൃദയത്തിൽ പുതുമഴ പെയ്യാൻ പൂർണ്ണ മനസ്സോടെ അവന് വഴങ്ങിക്കൊടുക്കാൻ തോന്നിയവൾക്ക് അവനറിയാൻ തോന്നി. ഒരു വേശ്യക്ക് അതിൽ കൂടുതൽ വികാരങ്ങളൊന്നും തോന്നില്ലല്ലോ. പേരെന്താ? അവന്റെ ചോദ്യം അവളിൽ വീണ്ടും അത്ഭുതം നിറച്ചു. വികാരത്തള്ളീസിൽ പലരും പല പേരും വിളിച്ച് കേട്ടിട്ടുണ്ട്. ചിലർ പഴയ കാമുകിയുടെ പേരാണെങ്കിൽ ചിലർ തങ്ങളുടെ സ്വപ്നവാചനത്തിന്റെ പേരായിരിക്കും നൽകുക. ചിലർ തങ്ങളുടെ ഇഷ്ട നായികമാരുടെ. അതിലും കഷ്ടം മറ്റു ചിലരാണ്. അറപ്പുളവാക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് മുഴുത്ത ചീത്തകൾക്കൊപ്പം ശരീരം നോവിച്ചുകൊണ്ട് തങ്ങളെ ഭോഗിക്കും. പേര് പറഞ്ഞില്ല. ഞാൻ പേരറിയുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ ബുദ്ധിമുട്ട്? ഞാൻ ഓർക്കായിരുന്നു എൻ്റെ പേരെന്തായിരുന്നു എന്ന്. എന്നിട്ട് കിട്ടിയോ? അവളിൽ കുസൃതിയായിരുന്നു. അവളെന്തോ തമാശ പറഞ്ഞ പോലെ. പക്ഷെ ആ പെണ്ണ് ശരിക്കും ചിന്തിക്കുകയായിരുന്നു തൻ്റെ പേരെന്താണെന്ന്. അല്ലെങ്കിൽ കേട്ടുമറന്ന പലതരം പേരുകൾക്കിടയിൽ അവളുടെ പേര് മുങ്ങിപ്പോയിരുന്നു. ചിത്ര. ഈ ചിത്രം എങ്ങനെയാ പാട്ട് പാടുമോ? അവനിൽ വീണ്ടും തമാശ. പാടും, പല ഈണത്തിൽ പല ഭാവത്തിൽ. അർത്ഥം വെച്ചുള്ള അവളുടെ മറുപടി. ആ കണ്ണുകളിൽ ഞൊടി നേരം കൊണ്ട് വിരിഞ്ഞ ലാസ്യഭാവത്തിൽ നിന്ന് തന്നെ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം വ്യക്തം. എന്തേ കേൾക്കണം നിനക്ക്? ആ ചോദ്യത്തിൽ അവൾ ഒളിപ്പിച്ച ഒരു സമ്മതമുണ്ടായിരുന്നു. എന്നാൽ അവൻ നോക്കിയത് അവളുടെ മുഖത്തേക്കാണ്. കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ലാസ്യഭാവത്തിനുമപ്പുറം ആ മുഖത്ത് നിറഞ്ഞു കാണുന്ന ക്ഷീണം. തനിക്ക് മുമ്പ് അവളോടൊപ്പം ഈ മുറിയിൽ കഴിഞ്ഞവൻ അവളിൽ നിറഞ്ഞാടിയതിൻ്റെ അവശേഷിപ്പാണെന്ന് അവന് മനസ്സിലായിരുന്നു. മുറിവുകളിൽ താൻ വെച്ച മരുന്ന് പോലും ഉണങ്ങിയിട്ടില്ല. എന്നിട്ട് അവർക്ക് എങ്ങനെ കഴിയുന്നു അവരിലേക്ക് തന്നെ കൂടെ ക്ഷണിക്കാൻ? അത്ഭുതമോ വേദനയോ അങ്ങനെ എന്തൊക്കെയോ തോന്നിയവന്. നിങ്ങൾ ഒരുപാട് ക്ഷീണിതയാണ്, അതിൻ്റെ കൂടെ ഞാൻ. നിങ്ങൾക്ക് വേദനിക്കില്ലേ? കരുതലോടെ ചോദിക്കുന്നവൻ്റെ മുഖത്തേക്ക് ഇമച്ചിമ്മാൻ പോലും മറന്ന് നോക്കി നിന്നുപോയി അവൾ. വർഷങ്ങൾക്ക് ശേഷം തനിക്ക് നേരെ ഉതിർന്നു വീഴുന്ന കരുതലോടെയുള്ള വാക്കുകൾ. ആ കണ്ണുകളിൽ മിന്നിമറഞ്ഞ ഭാവം അവനും കണ്ടിരുന്നു. നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് വണ്ടി കയറുമ്പോൾ മനസ്സിൽ ഒരേ ഒരു മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സിനിമ. ആ മോഹത്തിന്റെ കൂടെ പറ്റി തന്നെയാണ് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. കഥ കൂടുതൽ നന്നാവണമെങ്കിൽ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന അവസാനം കഥ പറഞ്ഞ പ്രൊഡ്യൂസറുടെ വാക്കുകൾ. അതാണ് ചുറ്റുമുള്ള ഓരോരുത്തരെയും ഓരോന്നിനെയും നിരീക്ഷിക്കാൻ പ്രേരിപ്പിച്ച്. അത് തനിക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാടുണ്ട്. ഓരോ മനുഷ്യനും മറ്റുള്ള മനുഷ്യരിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തരാണെന്ന്. ഇന്നിവിടെ അങ്ങോട്ട് പൈസ കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നു. മുന്നിലിരിക്കുന്ന സ്ത്രീയുടെ ശരീരം മോഹിച്ചല്ല, അവരുടെ മനസ്സറിയാൻ, അവരെ പഠിക്കാൻ. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ അവർ ചോദിച്ചു, എങ്ങനെയുള്ള പെൺകുട്ടിയെ വേണം? മെലിഞ്ഞതോ തടിച്ചതോ, വെളുത്തതോ കറുത്തതോ ഇരുനിറമോ? പിന്നെ 20 വയസ്സിൽ കുറഞ്ഞ പെണ്ണിന് വേണോ? 20 വയസ്സുള്ള കൂടിയ പെണ്ണിന് വേണോ? 30 വയസ്സിൽ കൂടിയ പെണ്ണിന് വേണോ? 40 വയസ്സിൽ കൂടിയ പെണ്ണിന് വേണോ? അങ്ങനെ എന്തൊക്കെ കാറ്റഗറൈസ് ചെയ്താണ് ഒരു പെൺ ശരീരത്തിന് അവർ വിലയിടുന്നതെന്ന് അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. പിന്നെ തനിക്കൊരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കക്ഷി മലയാളിയായിരിക്കണം. അപ്പോൾ മുന്നിൽ നിന്ന് സ്ത്രീ തന്നെ നോക്കിയൊരു നോട്ടമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു ആവശ്യമായി ആരവരുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരിക്കില്ല. അവർക്കറിയില്ലല്ലോ തനിക്ക് കുറച്ച് സമയം സംസാരിച്ച് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ ഒരു മലയാളി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചിത്രയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കിടക്കണ്ടേ? ലൈറ്റ് ഓഫ് ചെയ്യണോ? ഒന്നും മിണ്ടാതെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ നോക്കി ചിത്ര ധൃതി കൂട്ടി. ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യണ്ട, അവൻ പറഞ്ഞു കേട്ട് അർത്ഥം വെച്ച് ചിരിച്ചവൾ. ഒപ്പം സാരിയുടെ തലപ്പ് മാറിൽ നിന്ന് മാറ്റാനും ഒരുങ്ങി. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ മുന്നിൽ നിന്ന് അവൻ വിയർത്തുപോയി. പിന്നെ പെട്ടെന്ന് എന്തോർത്ത പോലെ അവളുടെ ഉദ്യമത്തിൽ നിന്ന് തടഞ്ഞു അവന് മിഴിച്ച് നോക്കിപ്പോയി അവൾ. ഏയ് എന്തായി കാണിക്കുന്നത്? ഇങ്ങനെയൊന്നും വേണ്ട, എനിക്ക് നിന്നോടൊന്ന് സംസാരിച്ചാൽ മതി. എന്താ പറഞ്ഞേ? എനിക്ക് ചിത്രയോട് കുറച്ച് സമയം സംസാരിച്ചാൽ മതിയെന്ന്. എന്നോട് സംസാരിക്കാൻ വേണ്ടിയാണോ താൻ ഈ പൈസയും കൊടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന്? ആ ചോദ്യത്തിൽ അത്ഭുതമോ അരിശമോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതെ. എന്തിന്? വെറുതെ. സത്യം പറ, താൻ ആരാ? പത്രത്തിൽ നിന്നോ അതോ പോലീസോ? രണ്ടുമല്ല, ഞാനൊരു എഴുത്തുകാരനാണ്. എൻ്റെ ഒരു കഥ സിനിമയാക്കണമെന്ന് മോഹമായിട്ട് ചെന്നൈയിലേക്ക് വന്നൊരു എഴുത്തുകാരൻ. ഇവിടെ എന്തിനാ വന്നേ? എൻ്റെ കഥ എഴുതാനാണോ? ആദ്യം കണ്ണുകൾ നിറഞ്ഞ കൗതുകം മാറി അവിടെ അല്പം കുസൃതി നിറയുന്ന അവൻ കൗതുകത്തോടെ നോക്കിക്കണ്ടു. നിമിഷങ്ങൾക്കുള്ളിൽ അവളിൽ വിരിയുന്ന ഓരോ ഭാവങ്ങളും അവനിലെ എഴുത്തുകാരന് അത്ഭുതമായിരുന്നു. പുറംചട്ട അത്ര മനോഹരമല്ലെങ്കിലും വായിക്കുന്തോറും കൗതുകമേറി വരുന്ന നിഗൂഢമായൊരു പുസ്തകമാണ് മുന്നിലിരിക്കുന്നവളെന്ന് തോന്നി അവന്. അവളിലൂടെ, അവളുടെ വാക്കുകളിലൂടെ അവൾ അറിയാൻ തോന്നി. എന്താ, ഒരു സിനിമ എഴുതാനുള്ള കഥയുണ്ടോ ചിത്രയുടെ കയ്യിൽ? കഥയുണ്ട്, പക്ഷെ ഒരു സിനിമക്കുള്ളതൊന്നുമില്ല. ഇനി എഴുതിയാൽ തന്നെ ഒരു ക്ലീഷയായി പോകും.
ക്ലീശയാണോ അല്ലേ എന്ന് കേട്ടിട്ട് പറയാം. ഒന്ന് പറഞ്ഞേ. നേരം പുലരിനിയും കുറച്ച് നാഴികൾ കൂടിയേ ഉള്ളൂ. നേരം പുലരും മുമ്പ് താൻ ഇവിടുന്ന് പോവേണ്ടി വരും. അതിനു മുമ്പ് തന്നെ അവളെക്കുറിച്ച് അറിയാൻ അവന് ധൃതിയായിരുന്നു. എന്തിനെന്ന് പോലും അറിയാതെ. പറയാൻ മാത്രമൊന്നുമില്ല. ജനിച്ച മണിക്കൂറുകൾക്കുള്ളിൽ സ്വന്തം അമ്മ തന്നെ ആവണം. ഒരു അനാഥാലയത്തിന് മുമ്പിൽ ഉപേക്ഷിച്ച് വർഷങ്ങൾക്ക് ശേഷം താലികെട്ടി സ്വന്തമാക്കിയൻ ഇവിടെയും. ചുരുങ്ങിയ വരികളിൽ നിസ്സാരമായി സ്വന്തം ജീവിതം തനിക്കുമ്പിൽ തുറന്നു കാട്ടിയവളെ അത്ഭുതത്തോടെ നോക്കിയവൻ. ജനിച്ചയുടൻ അമ്മയാലും പിന്നെ ഭർത്താവാലും ഉപേക്ഷിക്കപ്പെട്ടവൾ. ഇതിൽ ഇവളുടെ തെറ്റ് എവിടെയാണ്? എല്ലാവരും തെറ്റ് ചെയ്ത ഇവളോടല്ലേ? പക്ഷേ വേശ്യ എന്ന വിളിപ്പേരും സമൂഹത്തിന്റെ മുമ്പിൽ ഒരു നികൃഷ്ട ജീവി ഇവൾ. ഒരുപക്ഷെ ഇപ്പോഴും ഇവൾ അനാഥത്വത്തിലേക്ക് തള്ളിയിട്ട ഇവിടെ മാതാപിതാക്കളും വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിട്ട ഭർത്താവും സമൂഹത്തിന് മുമ്പിൽ മാന്യതയുടെ മുഖം മൂടിക്ക് മുന്നിൽ ജീവിക്കുന്നുണ്ടാവും. ഇതാണ് ലോകം. ഇങ്ങനെയാണ് ലോകം. പിന്നെയും ഏറെ നേരം അവർ ഇരുവരും സംസാരിച്ചു. അവൾക്ക് പറയാൻ പിന്നെയും പല കഥകളുണ്ടായിരുന്നു, പലരുടെയും കഥകൾ. പക്ഷെ അവരൊക്കെ അവസാനം എത്തിപ്പെടുന്ന ആ വേശ്യാലത്തിലാണെന്ന് മാത്രം. ഇവിടെ എത്തിപ്പെടുന്ന പല പെൺകുട്ടികൾക്കും പിന്നിൽ ഒരു ചതിയനും ഉണ്ടാവും. ചിലപ്പോൾ അവൻ അവളുടെ ഭർത്താവാം, ചിലപ്പോൾ കാമുകൻ, ചിലർ അവിടെ കൊണ്ട് വിറ്റ സ്വന്തം അച്ഛൻ തന്നെയായിരിക്കും. എല്ലാം പണത്തിന് വേണ്ടി. സംസാരിച്ച് എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി. അത് കണ്ടപ്പോൾ അരുമയിൽ അവളുടെ തലയിൽ തലോടിയവൻ. അതറിഞ്ഞതുപോലെ അവന്റെ കൈ ചൂടിൽ അവൾ ഒന്നുകൂടെ ചുരുണ്ടുകൂടി. പിറ്റേന്ന് പുലരുമ്പോൾ അവിടെ നിന്ന് അവൻ മടങ്ങി. മനസ്സിൽ ഒരുപാട് പേരുടെ ജീവിതകഥകൾ നിറഞ്ഞിരുന്നപ്പോഴും മിഴിയോടെ തെളിഞ്ഞിരുന്ന ചിത്രയുടെ മുഖം മാത്രമായിരുന്നു. അവൻ അറിഞ്ഞതും കേട്ടതുമായ ഒരുപാട് കഥകളിൽ ഒന്ന് മാത്രമായിരുന്നു ചിത്ര എങ്കിൽ അവൾക്ക് അങ്ങനെയായിരുന്നില്ല. തന്നെ സ്നേഹത്തോടെയും കരുതലോടെയും ചേർത്ത് പിടിച്ച ആദ്യത്തെ പുരുഷൻ. വർഷങ്ങൾക്ക് ശേഷം കാമത്തോടെയും വെറുപ്പോടെയും അല്ലാതെ തനിക്ക് നേരെ നോക്കിയ നിഷ്കളങ്കനായ ഒരുവൻ. മനസ്സിൽ പേരറിയാത്തൊരു വികാരം അവനോട് തോന്നിയവൾക്ക്. ഒരിക്കലും അവൻ തൻ്റെതാവില്ലെന്ന് അറിഞ്ഞിട്ടും അവനോട് ഒരുപാട് സ്നേഹം തോന്നി. അങ്ങനെ പേരറിയാത്ത ആ ചെറുപ്പക്കാരൻ ചിത്രയുടെ മനസ്സിൽ ഒരിക്കലും നടക്കാത്ത അവളുടെ സ്വപ്നങ്ങളിലെ രാജകുമാരനായി.